ഹായ് ഗായ്സ്, ഗലിബ്രോ നോട്ടിച്ചാൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 13th വീക്ക് ഒഫീഷ്യലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാവിലെ 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് തിരിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 7 പേരാണ്. ഇത്തവണ 100 ഒഴികെ ബാക്കി എല്ലാവരും തന്നെ നോമിനേഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് പ്ലെയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് മത്സരമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നിൽക്കുന്ന 3 മത്സരാർത്ഥികളും ആര് പുറത്തു പോകുമെന്ന് നിർവചിക്കാനാകാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങളുടെ ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യുക. വരും മണിക്കൂറിൽ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വിവരങ്ങൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഇന്ന് രാവിലെ 11 മണി വോട്ടിംഗ് സെറ്റിൽ 1ാം പൊസിഷൻ അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷ് 1ാം പൊസിഷനിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിട്ടില്ല. ലീഡ് വമ്പിച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. 40,123 എന്ന കൂറ്റം വോട്ടിൻ്റെ ബലത്തിൽ 1ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. 2ാം പൊസിഷനിൽ അനുമോളുണ്ട്. അനുമോൾ ഇപ്പോൾ നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 33,890 എന്ന കൂറ്റൻ വോട്ടിൻ്റെ ബലത്തിൽ അനീഷിൻ്റെ തൊട്ടു പിന്നാലെ 2ാം പൊസിഷനിലാണുള്ളത്. വരും മണിക്കൂറുകളിൽ വോട്ടിംഗ് നിർണ്ണയിക്കും അനുമോൾ 1ാം പൊസിഷനിൽ എത്തുമോ ഇല്ലെന്ന്. 3ാം പൊസിഷനിൽ ഷാനവാസ് ആണുള്ളത്. ഷാനവാസ് വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തിയെങ്കിൽ കൂടെ അനുമോളെ അട്ടിമറിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം ഇതുവരെയ്ക്കും കണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ 3ാം പൊസിഷൻ കൊണ്ട് തൃപ്തിയാണ്. 28,700 വോട്ടാണ് നേടിയിരിക്കുന്നത്. 4ാം പൊസിഷനിൽ ആദിലയാണ് ഉള്ളത്. ആദില വമ്പിച്ചൊരു മുന്നേറ്റം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഷാനവാസുമായിട്ട്. ഇഞ്ചോടിഞ്ച് മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 27,890 വോട്ട് നേടി 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിൽ നെവിൻ തന്നെയാണ് തുടരുന്നത്. നേരത്തെ അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ട് 5ാം പൊസിഷനിൽ കയറി വന്നതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ നല്ലൊരു വോട്ട് മുന്നേറ്റമായിട്ട് 25,323 വോട്ടിൻ്റെ ബലത്തിൽ 5ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. 6ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി സാബുമോൻ കയറി വന്നിരിക്കുകയാണ്. അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ടാണ് സാബുമോൻ ഇതാദ്യമായിട്ട് 6ാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. 23,122 വോട്ടിൻ്റെ ബലത്തിലാണ് 6ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 7ാം പൊസിഷനിലേക്ക് അക്ബർ തള്ളപ്പടി കാണിച്ചിരിക്കുന്നത്. അക്ബർ ഒരു ഡേഞ്ചർ സോണിലേക്ക് വന്നിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും മാറിമറിയാവുന്ന ഒരു പൊസിഷനാണിത്. കാരണം ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അക്ബർ തള്ളപ്പെട്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് ആയിരിക്കും അക്ബറിൻ്റെ സ്ഥിതി നിർണ്ണയിക്കുന്നത്. കാരണം ഇനി ഒരു ദിവസം കൂടെ മാത്രമേ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ 23,100 വോട്ട് നേടി 7ാം പൊസിഷൻ ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ്. താങ്ക്